നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 സൂപ്പർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഓപ്ഷനാണ് ഷെയർസ്. കഴിഞ്ഞ നവംബറിൽ ഇന്ത്യയിലെ യങ് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഒരു സർവേ നടന്നു. ഇവരിൽ 72% ആളുകളും ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ഗോൾഡിനേക്കാളും താല്പര്യം കാണിച്ചത് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. എന്തായിരിക്കും ജെൻസിയുടെ ഈ മാറ്റത്തിന് കാരണം? യങ്സ്റ്റേഴ്സ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അപ്രിസിയേഷൻ ഇൻ ഷെയർ പ്രൈസ്. 2004 ഇന്ത്യൻ IT കമ്പനിയായ TCSന്റെ ഒരു ഷെയറിന്റെ വില 850 രൂപയായിരുന്നു. എന്നാൽ ഇന്ന് 2024 അതേ TCSന്റെ ഷെയർ പ്രൈസ് 4338 രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ 20 വർഷങ്ങൾ കൊണ്ട് ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് കുതിച്ചുയർന്നത് 410%. ഇതേപോലെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി വർഷങ്ങൾക്ക് ശേഷം വമ്പൻ വിലയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞേക്കാമെന്നതാണ് ഷെയർസിന്റെ ഒരു പ്രധാന അട്രാക്ഷൻ. രണ്ടാമതായി, ഇൻകം ഫ്രം ഡിവിഡൻസ്. ഒരു കമ്പനി തങ്ങളുടെ ലാഭത്തിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സിനെ ഡിവിഡൻസ് എന്ന് പറയുന്നു. മലയാളിയായ ഡോക്ടർ ആസാദ് മൂപ്പൻ സ്ഥാപിച്ച കമ്പനിയാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ഈ കമ്പനി കഴിഞ്ഞ 5 വർഷത്തിനിടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത ഡിവിഡൻഡ് 5.84%. ഷെയർ പ്രൈസ് കൂടുന്നതിന് പുറമെ ഡിവിഡൻസും കിട്ടുന്നതാണ് യങ്സ്റ്റേഴ്സ് കൂടുതലായും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം. 3, ബീറ്റ്സ് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഒരു ബർഗർ ഇന്ന് നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങുന്നു എന്ന് കരുതുക. എന്നാൽ അടുത്ത വർഷം ഇതേ ബർഗറിന് 120 രൂപ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ പണത്തിന്റെ പർച്ചേസിംഗ് പവർ കുറയാൻ കാരണം ഇൻഫ്ലേഷനാണ്. ബാങ്ക് FDയിൽ നിന്നും കിട്ടുന്ന റിട്ടേൺസിന് ഇൻഫ്ലേഷന്റെ എഫക്ട്സിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഷെയർ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന റിട്ടേൺസ് പൊതുവെ ഉയർന്നതായതിനാൽ ഇത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നു. യങ്സ്റ്റേഴ്സ് ഷെയർ മാർക്കറ്റിൽ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 3 കാരണങ്ങൾ ഇപ്പോൾ മനസ്സിലായല്ലോ. ഓപ്ഷൻ 2, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, SIP. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഒരു വലിയ എമൗണ്ട് എടുക്കാനില്ലേ? നിങ്ങളെ പോലുള്ളവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ SIP. സ്കൂളിൽ പഠിക്കുമ്പോൾ സഞ്ചികയിൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപിച്ചിരുന്നത് ഓർമ്മയില്ലേ? അതേപോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് SIP. ഇവിടെ നിങ്ങൾ ഒരു ചെറിയ തുക റെഗുലർ ഇന്റർവെൽസിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിക്ഷേപിക്കുന്നു. സാധാരണയായി മാസത്തിലൊരിക്കൽ ഒരു ഫിക്സഡ് ഡേറ്റിലാണ് എല്ലാവരും SIP ചെയ്യാറുള്ളത്. മാസം വെറും 500 രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു SIP തുടങ്ങാവുന്നതാണ്. 2023 സെപ്റ്റംബറിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 52.78% അധികമാണ് 2024 സെപ്റ്റംബറിൽ SIPകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. എന്തായിരിക്കും SIP ഇത്രയധികം പോപ്പുലർ ആവാൻ കാരണം? ഇനി പറയാൻ പോകുന്ന 2 കാരണങ്ങളാണ് SIP ഇത്രയും പോപ്പുലറായി മാറിയത്. ഒന്ന്, റുപ്പി കോസ്റ്റ് ആവറേജിംഗ്. ഷെയർ മാർക്കറ്റ് കുതിച്ചുയർന്നെന്നും അതേപോലെ തകർന്നടിഞ്ഞെന്നുമുള്ള ന്യൂസ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ SIP ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ റിസ്ക് കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മാർക്കറ്റ് കുതിച്ചുയരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് യൂണിറ്റുകൾ മാത്രം കിട്ടുന്നു. പക്ഷേ അതേസമയം മാർക്കറ്റ് തകർന്നടിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ SIP ചെയ്യുമ്പോൾ കുറഞ്ഞ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. 2, പവർ ഓഫ് കോമ്പൗണ്ടിങ്. ആൽബർട്ട് ഐൻസ്റ്റീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റി പറഞ്ഞത് 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്നാണ്. സിമ്പിളായി പറഞ്ഞാൽ ഇൻട്രസ്റ്റിന്മേൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്മേൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇവിടെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. കുറേ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത്ര വലിയ എമൗണ്ടായി അത് വളരുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എല്ലാ മാസവും 10,000 രൂപ വെച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 12% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് താഴെ കാണുന്ന പോലെയായിരിക്കും വളരുക. 30 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ 36 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ കിട്ടാൻ പോകുന്നതാകട്ടെ 3.5 കോടി രൂപ എന്ന പടുകൂറ്റൻ എമൗണ്ട്. അതായത് 881% ആബ്സല്യൂട്ട് റിട്ടേൺസ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഈ 2 കാരണങ്ങളാൽ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് SIPകളിലേക്കുള്ള പണമൊഴുക്ക് ഇത്രയധികം കൂടുന്നത്. ഓപ്ഷൻ 3, പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീംസ്, സേഫ് ആൻഡ് റിലയബിൾ. ഇങ്ങനെയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണോ നിങ്ങൾ നോക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളാണ്. SB, RD, TD തുടങ്ങി 9 സ്കീമുകൾ പോസ്റ്റ് ഓഫീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. 1, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ഗ്യാരണ്ടി ഉണ്ട് എന്നതാണ് ഈ സ്കീമുകളുടെ ഹൈലൈറ്റ്. 2, രണ്ടാമതായി മിക്ക സ്കീമുകൾക്കും ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് സേവിംഗ്സ് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നു. 3, 8.2% വരെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട് ഈ സ്കീമുകൾ. 4, സീനിയർ സിറ്റിസൺസിന് ഒരു വർഷം 0.40% വരെ എക്സ്ട്രാ ഇൻട്രസ്റ്റ്. 5, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേ ഔട്ട് ഓപ്ഷൻസ്, മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവലി, അതുമല്ലെങ്കിൽ മെച്യൂരിറ്റിയുടെ സമയത്ത് ഇൻട്രസ്റ്റിന് ഓപ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത 3 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയി തോന്നിയ ഓപ്ഷൻ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യും.